പാചകം ആൻഡ് പാക്കിംഗ് ഓൺലി. ഡെയിലി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ഒരു ഫോൺ മാത്രം ഉപയോഗിച്ച് നിങ്ങൾക്ക് ഫണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഗൂഗിൾ പേയോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. നിങ്ങൾ ഹോൾസെയിൽ വിലയ്ക്കായിട്ടുള്ള കുറച്ച് വില നിങ്ങൾ കൂട്ടിയിടുക. ആദ്യം തന്നെ വീഡിയോ ഫുൾ കാണുക. ലാസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന മെത്തേഡ്സ് ആണ്. 2026 എങ്ങനെ ക്യാഷ് ഉണ്ടാക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. നമുക്കറിയാം AI വന്നതും ഒരുപാട് പേർക്ക് ജോലി നഷ്ടപ്പെട്ടതും ഇപ്പോഴും ജോലി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നതുമല്ല. നിങ്ങളെ ടെൻഷൻ ആക്കാൻ വേണ്ടി പറയുന്നതല്ല, പക്ഷേ ഇനിയും ആൾക്കാരുടെ ജോലി നഷ്ടപ്പെടും. ഭാവിയിൽ ഇന്ന് 100 പേരെ ആവശ്യമുള്ള സ്ഥലത്ത് 2 or 3 പേരെ മാത്രമേ ആവശ്യം വരുള്ളൂ. ആൻഡ് ദാറ്റ്സ് ദ റിയാലിറ്റി. AI നിങ്ങൾ വിചാരിക്കുന്നതിലും ഡേഞ്ചറസ് ആണ് എന്ന് പണ്ട് എലോൺ മസ്ക് പറഞ്ഞത് ഓർമ്മയില്ലേ? അത് തന്നെ. ഇനി അങ്ങോട്ട് പൈസ ഏൺ ചെയ്യാൻ പഴയ മെത്തേഡ്സ് ഒന്നും ഉപയോഗിച്ചാൽ പോരാ. നമ്മൾ പുതിയ മെത്തേഡ്സുമായിട്ട് അഡാപ്റ്റ് ആവണം. പുതിയ മെത്തേഡ്സ് ഉപയോഗിക്കണം. പണ്ടത്തെ പോലെ ഒരുപാട് ഡിഗ്രികളും മാസ്റ്റേഴ്സും ഒന്നും എടുത്തു വെക്കേണ്ട കാര്യം ഇനിയില്ല. ഇനി അങ്ങോട്ട് സ്കിൽ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. ഏതൊരു കമ്പനി നമ്മളടുത്ത് സ്കിൽ അറിയാമോ എന്നതാണ്. ഇനി അങ്ങോട്ട് ഒരുപാട് AI കോഴ്സുകളും മറ്റും ഇവിടെ നമുക്ക് വരാൻ പോകുന്നുണ്ട്. അങ്ങനെയുള്ള കോഴ്സുകളെ പറ്റിയൊക്കെ കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. അതൊക്കെ പഠിക്കണം. എന്നാൽ മാത്രമേ ഭാവിയിൽ ഇനി അങ്ങോട്ട് നമുക്ക് സുഖമായിട്ട് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ. എൻ്റെ ഈ ചാനലിൽ ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന AI കോഴ്സുകളെ പറ്റിയും ഭാവിയിൽ എങ്ങനെ പിടിച്ചു നിൽക്കാം എന്നതിനെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയും ഞാൻ വീഡിയോസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമുണ്ട്. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സ്റ്റേ വിത്ത് മീ. നമുക്ക് സമയം കളയണ്ട. ലെറ്റ്സ് ജമ്പ് ഇൻ. 6 methods to make money in 2026. 2026 പൈസ ഉണ്ടാക്കാനുള്ള 6 വഴികൾ. നമ്പർ 5, സെല്ലിംഗ് e-books. ബുക്ക് വാങ്ങുക എന്നത് ഇന്നും ആൾക്കാർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഹോബിയാണ്. പണ്ടത്തെ കാലത്ത് ഒരു ബുക്ക് ഇറക്കണമെങ്കിൽ ആദ്യം നമ്മൾ സ്റ്റോറി എഴുതി പ്രിന്റ് ചെയ്ത് പബ്ലിഷ് ചെയ്ത് അങ്ങനെ ഒരുപാട് ക്യാഷും സമയവും സ്പെൻഡ് ആവുന്ന ഒരു കാര്യമായിരുന്നു. ബട്ട് ഇന്ന് വീട്ടിലിരുന്ന് നിങ്ങൾക്ക് മിനിറ്റുകൾ കൊണ്ട് ബുക്ക് ഉണ്ടാക്കി ലക്ഷങ്ങൾ ഉണ്ടാക്കാം, സമ്പാദിക്കാം. അങ്ങനെ ലക്ഷങ്ങൾ സമ്പാദിക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ആമസോണിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ കൊച്ചു കുട്ടികൾക്കുള്ള ബുക്സ് മുതൽ വലിയ വലിയ നോവലുകൾ വരെ ആമസോണിൽ ആളുകൾ വിൽക്കുന്നുണ്ട്. 65 രൂപ വെച്ച് ഒരു ബുക്കിന് വില ഇട്ടാൽ തന്നെ 83 പേര് വാങ്ങിക്കുമ്പോൾ 5395 രൂപയായി ഒരു ഒറ്റ ബുക്കിന് തന്നെ കിട്ടുക. മനസ്സിലായില്ലേ? അപ്പോൾ എത്ര പൈസ ഉണ്ടാക്കാൻ സാധിക്കും എന്ന് ആലോചിച്ചു. അപ്പൊ നിങ്ങൾ വിചാരിക്കും എന്റെ കയ്യിൽ കഥയൊന്നും ഇല്ലല്ലോ, ഞാൻ എന്ത് ബുക്ക് ചെയ്യും? ഇന്നത്തെ കാലത്ത് ഒരു എക്സ്ക്യൂസേ അല്ലാതെ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ChatGPT പോലെ അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും വാട്സാപ്പിൽ മെറ്റാ AI ഉണ്ട്. AI എടുത്ത് പറഞ്ഞാൽ ഇഷ്ടം പോലെ കഥകൾ തരും. ഈ കഥകളെ നിങ്ങളുടേതായ രീതിയിൽ മോഡിഫൈ ചെയ്ത് നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ കഥകൾ ഉണ്ടെങ്കിൽ അത് വളരെ നല്ലത്. ഇനി അതും പോട്ടെ, നിങ്ങൾക്ക് കഥകളല്ല നിങ്ങൾക്ക് അറിയാവുന്നത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്കില്ലാണുള്ളത്. നിങ്ങൾക്ക് ആ സ്കില്ല് പഠിപ്പിക്കാനുള്ള കഴിവുണ്ട്, അല്ലെങ്കിൽ ആ സ്കില്ലിനെ പറ്റി എഴുതാൻ നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ബുക്കാക്കി എഴുതാം. ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അടുത്ത പോയിന്റിലേക്ക് പോവുകയാണ്. ഇത് വളരെ സിമ്പിളാണ്. നമുക്ക് എല്ലാവർക്കും വീട്ടിൽ ഇന്റർനെറ്റും ഒരു ലാപ്ടോപ്പും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ബുക്ക് ചെയ്ത് നിങ്ങൾക്ക് ആമസോൺ പോലുള്ള സൈറ്റുകളിൽ നിങ്ങൾക്ക് വിറ്റ് ഇഷ്ടം പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റും. നമ്പർ 4, ഓൺലൈൻ ട്യൂട്ടറിങ്. നിങ്ങൾക്കൊരു സ്കില്ലുണ്ടോ? ലൈക്ക് പാട്ട് പാടാനോ ഡാൻസോ അതോ പടം വരയ്ക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സബ്ജക്ട് ലൈക്ക് മാത്സ്, കെമിസ്ട്രി, നിങ്ങൾക്ക് ഒരു സ്കില്ലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെറും ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ പല രാജ്യങ്ങളിലുള്ളവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കും. ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള സ്കില്ലൊന്നും ഇല്ല, നിങ്ങൾക്കൊരു ലാംഗ്വേജ് അറിയാം, ലൈക്ക് ഇംഗ്ലീഷോ ഹിന്ദിയോ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം മലയാളമോ അറിയാം എന്നുണ്ടെങ്കിൽ അത് ലോകത്ത് പലരും ഇതൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. ഇവർക്ക് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾക്ക് പേഴ്സണലായിട്ട് ക്ലാസ് എടുത്തു കൊടുക്കുക. അങ്ങനെ ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇങ്ങനെ ചെയ്യാൻ സാധാരണ ഉപയോഗിച്ച് വരുന്ന പ്ലാറ്റ്ഫോംസ് ചെഗ്, വേദാന്തു, ക്യാംബ്ലി, പിന്നെ സൂപ്പർ പ്രൊഫ് ഇങ്ങനെയുള്ള സൈറ്റുകൾ ആണ് സാധാരണ ഇതിനുവേണ്ടി യൂസ് ചെയ്യാറുള്ളത്. പിന്നെ നിങ്ങൾക്ക് ഫണ്ടൊക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഗൂഗിൾ പേയോ ഒക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. നിങ്ങൾക്ക് പേഴ്സണലി ഒരാളെ മീറ്റ് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിനകത്ത് ഇരുന്നു കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കും. നമ്പർ 3, ഡ്രോപ്പ് ഷിപ്പിംഗ്.
നിങ്ങൾക്ക് സീറോ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ആമസോണിൽ അല്ലെങ്കിൽ ഫ്ലിപ്കാർട്ടിൽ സാധനങ്ങൾ വിൽക്കാൻ സാധിക്കും. സാധാരണ സാധനങ്ങൾ വിൽക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്, നമ്മളൊരു സാധനം വാങ്ങിച്ച് നമ്മൾ സ്റ്റോർ ചെയ്ത് എവിടെയെങ്കിലും സാധനം സ്റ്റോർ ചെയ്ത് വെക്കും. സ്റ്റോർ ചെയ്ത് വെച്ചതിന് ശേഷം ആ സാധനത്തിന്റെ ഒരു ഇമേജ് എടുത്ത് നമ്മൾ ആമസോണിൽ വല്ലതും ഇട്ടതിന് ശേഷം ആൾക്കാർ അത് വാങ്ങിക്കുമ്പോൾ നമ്മളത് ഡെലിവറി ചെയ്യും. ഇങ്ങനെയാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ നിങ്ങളുടെ ഡ്രോപ്പ് ഷിപ്പിംഗിലേക്ക് വരുന്ന സമയത്ത് നിങ്ങളിങ്ങനെ സാധനം വാങ്ങിച്ചു വെക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെയ്യുന്നത് ആക്ച്വലി ഹോൾസെയിലറിൻ്റെയും ഈ വാങ്ങിക്കുന്നവരുടെയും ഇടയിൽ ഒരു പാലം പോലെ നിങ്ങൾ നിൽക്കുക മാത്രമാണ് നിങ്ങൾ ഇതിൽ ആക്ച്വലി ചെയ്യുന്നത്. ഇതിന് നിങ്ങൾക്ക് ആവശ്യം സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് മാത്രമാണ്. സാധനത്തിന് ഒരു ഓർഡർ വന്നു കഴിയുമ്പോൾ നിങ്ങൾ പാക്ക് ചെയ്ത് സെൻഡ് ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല. അത് ഹോൾസെയിലർ തന്നെ ചെയ്തോളും. നിങ്ങൾ ഈ ഹോൾസെയിൽ വിലയ്ക്കായിട്ടുള്ള കുറച്ച് വില നിങ്ങൾ കൂട്ടിയിടും. ആ കൂട്ടിയിടുന്ന മാർജിനാണ് നിങ്ങളുടെ ഇൻകം. സിമ്പിൾ മെത്തേഡാണ് ആക്ച്വലി. ഞാൻ ഇതിന്റെയും വീഡിയോ ഞാൻ ഉടനെ ചെയ്യുന്നതായിരിക്കും. ഇപ്പൊ നമുക്ക് അടുത്ത പോയിന്റിലേക്ക് പോവാം. നമ്പർ 2 ഈസ് ക്ലൗഡ് കിച്ചൺ. വീട്ടിലിരുന്ന് നിങ്ങൾ സാധാരണ ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ എന്തുമായിക്കോട്ടെ അത് പാക്ക് ചെയ്ത് വെക്കുക. സ്വിഗ്ഗി സൊമാറ്റോ ഡെലിവറി പാർട്ട്നേഴ്സ് വന്ന് എടുത്തു കൊണ്ടുപോയി ഓർഡർ ചെയ്ത ആൾക്ക് കൊടുക്കും. നിങ്ങൾ ചെയ്യേണ്ടത് ജസ്റ്റ് പാചകം ആൻഡ് പാക്കിംഗ് ഓൺലി. ഡെയിലി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ വന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ആളാണെങ്കിൽ വളരെ ബെസ്റ്റാണ്. നിങ്ങൾക്ക് ഇതിൽ ഒരുപാട് പൈസ ഉണ്ടാക്കാം. അതല്ല നിങ്ങൾക്ക് സാധാരണ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാൻ അറിയുള്ളൂ എന്നുണ്ടെങ്കിലും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്കും ഉണ്ടാക്കാൻ സാധിക്കും. നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ സാധിക്കും. ഒരുപാട് ഓർഡേഴ്സ് വരും. ഇതിനുവേണ്ടി നിങ്ങൾ സ്വിഗ്ഗി സൊമാറ്റോയിൽ രജിസ്റ്റർ ചെയ്യുക എന്നത് മാത്രമാണ് നിങ്ങളുടെ ഒരു ടാസ്ക്. ശേഷം നിങ്ങൾക്ക് ഓർഡർ വരുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിൽ റിങ് അടിക്കുമ്പോൾ എന്താ ഓർഡർ എന്നുള്ളത് പറയും. ആ ഓർഡർ നിങ്ങൾ ഉണ്ടാക്കി പാക്ക് ചെയ്ത് വെക്കുക. ഓൺലൈൻ ഡെലിവറി പാർട്ട്നേഴ്സ് നിങ്ങളുടെ വീട്ടിന് മുമ്പിൽ വരും. ആ പാക്കേജ് എടുത്ത് കൊണ്ടുവന്ന് ഡെലിവറി ചെയ്യും. നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരും. മനസ്സിലായില്ലേ? വളരെ എളുപ്പമുള്ള സംഭവമാണ്. ഞാനൊരു വീഡിയോ ചെയ്യാം, ഡോണ്ട് വറി. സോ നമുക്കിപ്പോൾ ലാസ്റ്റ് ആൻഡ് ഫൈനൽ പോയിന്റിലേക്ക് പോവാം. ആൻഡ് നമ്പർ 1 ഈസ് കണ്ടന്റ് ക്രിയേഷൻ. നമുക്കറിയാം ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, യൂട്യൂബ്, ട്വിറ്റർ പോലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഇന്ന് അവൈലബിൾ ആണ്. സാധാരണ ഒരു 9 to 5 ജോലിക്ക് പോയി ഉണ്ടാക്കുന്നതിനേക്കാളും പൈസ ഇങ്ങനെയുള്ള പ്ലാറ്റ്ഫോംസിലൂടെ ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. അതിന് വലിയ അറിവും അല്ലെങ്കിൽ ഒരുപാട് സ്കില്ലും നോളജും ഒന്നും വേണ്ട. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഡാൻസ് അറിയാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പാട്ട് പാടാൻ അറിയാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ നോളജ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോൺ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ ഇരുന്ന് റെക്കോർഡ് ചെയ്യാം. നിങ്ങളുടെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അതിനുശേഷം ക്യാപ് കട്ടോ ഇൻഷോട്ടോ പോലുള്ള മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യുക. എഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മാരക എഡിറ്റിംഗ് ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ബേസിക് എഡിറ്റിംഗ്, അവിടെ ഇവിടെയും ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഒരു പോർഷൻ ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടെങ്കിൽ അത് ഇടുക. ഇങ്ങനെ ചെയ്ത് നിങ്ങൾ ഈ പ്ലാറ്റ്ഫോംസിൽ അപ്ലോഡ് ചെയ്യുക. ഇനി അങ്ങോട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AI എല്ലാം ടേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. സോ ആ സമയം ആളുകൾ സംസാരിക്കുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ടൈമാണ് ഇനി അങ്ങോട്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് പൈസ ഉണ്ടാക്കാൻ സാധിക്കും. ഞാൻ ഈ പറയുന്നത് യൂട്യൂബിന്റെ മാത്രം കാര്യമല്ല. നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ ഷോർട്സ് അപ്ലോഡ് ചെയ്ത് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് അപ്ലോഡ് ചെയ്ത് ഒക്കെ നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റും. ഇനി നിങ്ങൾക്ക് ഫേസ് കാണിച്ച് സംസാരിക്കാൻ ഇഷ്ടം ഇല്ലാത്തൊരാളാണെങ്കിൽ നിങ്ങൾക്ക് AI ഉപയോഗിച്ച് വിർച്വൽ അവതാറിനെ ഉണ്ടാക്കിയെടുത്ത് ആ അവതാറിനെ കൊണ്ട് നിങ്ങൾക്ക് സംസാരിപ്പിക്കാം. ഇപ്പൊ എന്നെ കണ്ടില്ലേ, ഞാൻ റിയൽ അല്ല. നിങ്ങളൊരു പക്ഷേ ഞാൻ റിയൽ ആണെന്ന് വിചാരിച്ചു കാണും, പക്ഷെ ഞാൻ ആക്ച്വലി ഒരു വിർച്വൽ അവതാറാണ്. അപ്പൊ അതുപോലെ നിങ്ങൾക്കും ഒരു അവതാറിനെ ക്രിയേറ്റ് ചെയ്ത് നിങ്ങളുടെ മുഖം കാണിക്കാതെ നിങ്ങൾക്ക് സംസാരിക്കാം. അങ്ങനെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും സാധിക്കും. അതുപോലെ തന്നെ എന്നാൽ നിങ്ങളുടെ മുഖം, നിങ്ങളുടെ പേഴ്സണൽ ഐഡന്റിറ്റി വെളിയിൽ വരുന്നുമില്ല. നിങ്ങൾ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഇൻസ്റ്റഗ്രാമിലെ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടുള്ള ഈ പെൺകുട്ടി റിയൽ അല്ല. ഇത് AI വെച്ച് ഉണ്ടാക്കിയെടുത്ത വിർച്വൽ അവതാറാണ്. പക്ഷെ നമുക്കത് കണ്ടാൽ തോന്നില്ല. ഈ ചാനൽ ഡെയിലി ഉണ്ടാക്കുന്നത് ലക്ഷങ്ങളാണ്. അപ്പോ ഇങ്ങനെയുള്ള AI അവതാർ അല്ലെങ്കിൽ വിർച്വൽ അവതാർ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളതും ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. എല്ലാത്തിനെ പറ്റി ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യും. ഡോണ്ട് വറി. എല്ലാവരും നിങ്ങൾക്ക് ഈ കണ്ടന്റ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ട് തോന്നിയെന്നുണ്ടെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് യൂസ്ഫുൾ ആവും നിങ്ങൾ തോന്നുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് നിങ്ങൾ കൊടുക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ നമുക്ക് ഇനിയും കാണാം. സീ യു സൂൺ.